അതിന് മുമ്പ് കേട്ടിട്ടില്ല. അതിവിശുദ്ധ ഖുർആനിന്റെ വചനമാണ്. അത് താങ്ങാനുള്ള കെലിപ്പ് പ്രവാചക പ്രഭുവിന് യഥാർത്ഥത്തിൽ ആ സമയത്ത് അല്പം ഭ്രമം വന്നിട്ടുണ്ട്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തുഹു ഹാശിയം മുതസദ്ദിയ എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. പർവ്വതത്തിന്റെ മുകളിലാണ് ഖുർആൻ അവതരിക്കുന്നതെങ്കിൽ ആ പർവ്വതം ധൂളികളായി പോകുമെന്ന്. അത്ര ശക്തിയുള്ള അള്ളാഹുവിന്റെ വചനം തിരുനബി കേട്ടപ്പോൾ ആ ഗുഹയിൽ നിന്ന്, ആ മലയിൽ നിന്ന് നബി തിരുമേനി ഉടനെ എഴുന്നേറ്റുകൊണ്ട് താഴോട്ട് വരികയാണ്. ബീബി ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടി വരുന്നത്. ഓടി വരുമ്പോൾ നബി തങ്ങളെ ചുണ്ടിൽ നിന്ന് വരുന്നത് സമ്മിലൂനി സമ്മിലൂനി യാ ഖദീജ, ഓ ഖദീജ, നീ എന്നെ പുതപ്പിട്ട് മൂടൂ, എനിക്ക് പനിക്കുന്നു, എനിക്ക് വിറക്കുന്നു, എനിക്ക് എന്തൊക്കെയോ പരിഭ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ സന്ദേശം എത്തുന്ന ആരംഭത്തിൽ മഹദിയായ ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹ ഷഹാദത്ത് കലിമ ഉച്ചരിക്കുന്നതിന്റെ മുമ്പായി നബി തിരുമേനിയെ മദ്ഹ് ചെയ്യുകയാണ് ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹ ചെയ്തിട്ടുള്ളത്. ഷഹാദത്ത് കലിമ ചൊല്ലുന്നതിന് മുമ്പ് തന്നെ നബി തങ്ങളെ മദ്ഹ് ചെയ്തു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണ് ഖദീജ ബീവിയുടെ ചുണ്ടിൽ നിന്ന് വന്നത്? നബി തിരുമേനിയുടെ പരിഭ്രമം കണ്ട് അങ്ങ് ബേജാറായി വിട്ടുപോവുകയല്ല ഖദീജ ബീവി ചെയ്തിട്ടുള്ളത്. വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ. ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ ആ പരിഭ്രമത്തിൽ നബി തിരുമേനിയോട് പറയുന്നു, അല്ലാഹുവാണേ സത്യം, അങ്ങയെ അല്ലാഹു തആല ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. കാരണം ഇന്നക ലതസിലു റഹ്മ. 15 വർഷക്കാലത്തെ നബി തിരുമേനിയുടെ ജീവിതത്തിൽ നിന്ന് ബീബി ഖദീജ റളിയല്ലാഹു തആല അൻഹ വായിച്ചെടുത്തു നബി തിരുമേനിയുടെ ജീവിതം. ഇന്നക ലതസിലു റഹ്മ, നബിയെ, നിങ്ങൾ രക്തബന്ധം ചേർത്തുന്ന ആളാണ്, നിങ്ങൾ ഇല്ലാത്തവന് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്, ഭാരമുള്ളവന്റെ ഭാരം ഇറക്കി കൊടുക്കുന്ന ആളാണ്. അതുകൊണ്ട് അങ്ങക്കൊരിക്കലും പരിഭ്രമം വരികയില്ല, നിങ്ങൾ ദുഃഖിക്കണ്ട. ആദ്യം നബി തിരുമേനിയെ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ മദ്ഹ് ചെയ്യുകയാണ്. നബി തിരുമേനിയുടെ മദ്ഹാണ് ഇവിടുത്തെ പ്രശ്നം. ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിയോഗിച്ച പ്രവാചകനാണ് എന്ന് ഖദീജ ബീബിക്ക് ബോധ്യപ്പെടാൻ ആ നാട്ടിലുള്ള തൗറാത്തിലും ഇഞ്ചീലിലും വിവരമുള്ള പ്രായമുള്ള ഒരു പണ്ഡിതൻ ഖദീജ ബീബിയുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അരികത്ത് ചെന്നുകൊണ്ട് ബീബി ഖദീജ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു, അത് നാമൂസാണ്, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്കാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊള്ള വന്നിട്ടുള്ള ജിബ്രീലാണത്, ഭയപ്പെടേണ്ടതില്ല, സൂക്ഷിച്ചു കൊള്ളുക. ശേഷമാണ് കലിമത്തു ഷഹാദത്ത് ഉച്ചരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന്റെ മുമ്പ് തന്നെ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ നബി തിരുമേനിയുടെ മദ്ഹാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ് ആദ്യമായി. പക്ഷേ സിദ്ദീഖ് എന്ന പേര് ലോകത്തിന് മുമ്പിൽ അറിയപ്പെടാൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന പേര് കൊടുത്തത് നബി തിരുമേനി ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളിയിലും ബൈത്തുൽ മുഖദ്ദസിലും ആകാശങ്ങളിലും പോയി വലിയ സന്ദേശവുമായി തിരിച്ചു വന്നു എന്ന് കഅബാലയത്തിന്റെ അരികത്തുനിന്ന് ഏതാനും ചിലർ പറഞ്ഞപ്പോൾ ആ ആളുകൾ ഓടി വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ സഹോദരൻ നിങ്ങളെ മുഹമ്മദ് ഇങ്ങനെ ഒരു സംഭവം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്ന ആൾ അന്ന് പ്രവാചകനായിട്ടില്ല. അങ്ങനെ പറഞ്ഞോ? പ്രവാചകനായിട്ടുണ്ട്, എങ്കിലും അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഒരു രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന പള്ളിയിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് 7 ആകാശങ്ങളിലേക്കും പോയി തിരിച്ചു വന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വായ കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ?
അതേ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ അത് സത്യമാണ്. അപ്പോൾ കിട്ടിയ പേരാണ് അബൂബക്കർ സിദ്ദീഖ് എന്ന പേര്. ലോകാവസാനം വരേക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ പേര് നിലനിൽക്കുന്നത് നബി തങ്ങൾ സത്യവാനാണെന്ന മദ്ഹ് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ ചെറിയ കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ മുതൽ എല്ലാ സഹോദരന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം ഭൂമിയിലേക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മളും അതാണ് ചെയ്യും. നമുക്ക് അള്ളാഹുവിൻ്റെ വിശാലമായി ലോകത്ത് ജീവിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം. നമുക്ക് ഉത്തമരായ മനുഷ്യരായി ഇവിടെ ജീവിക്കണം. നമ്മുടെ സാഹോദര്യവും കുടുംബബന്ധവും നിലനിൽക്കണം. നമുക്ക് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്യുന്നതിലൂടെ തീർച്ചയായും ഈ ഉമ്മത്തിന് ഉണ്ടാവും എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട സഹോദരന്മാർ, അങ്ങനെയുള്ള ഒരു പ്രവാചകരുടെ ജന്മദിനത്തിലാണ് നാം ഉള്ളത്. നീട്ടി സംസാരിക്കുമ്പോൾ കുട്ടികളുടെ പരിപാടി വഴുകിപ്പോകുമെന്ന് ഭയന്നുകൊണ്ട് ഞാനധികം നീട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇത് നമ്മുടെ വർഷത്തിൽ ഒരു ദിവസമുള്ള സംഭവം അല്ല, കൊല്ലത്തിൽ ഒരു ദിവസമുള്ള സംഭവമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ രാവും പകലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നിർവാഹമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസക്തി എന്തുമാത്രം വലുതാണ്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ പറഞ്ഞു, മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ വല്ല ആവശ്യത്തിനും നിങ്ങൾ ചെന്നാൽ നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് ഉടനെ അവിടെ നിന്ന് തിരിച്ചു പോരണം. അവിടെ തിരിഞ്ഞു കളിക്കരുത്. അള്ളാഹുവാ പറയുന്നത്. അള്ളാഹു പറഞ്ഞു, സഹാബത്തിനോട് മുഅ്മിനീങ്ങളോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകാൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ആരാണ് നബി എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, നബി തങ്ങളുടെ വഫാത്തിന് ശേഷം നബി തങ്ങളുടെ ഭാര്യമാരെ മറ്റാരും വിവാഹം കഴിക്കാൻ പാടില്ല. അവരുടെ പദവി ഉമ്മഹാത്തുൽ മുഅ്മിനാണ്. അപ്പോൾ ആരാണെന്ന് വായിക്കുവാൻ പുതിയ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, പുതിയ ലോകത്ത് ജീവിക്കുന്ന, ദൈനംദിനം അനുഭവങ്ങൾ പലതും പങ്കിട്ടുകൊണ്ടിരിക്കുന്ന, വാർത്താ മാധ്യമങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും പുതിയ കാലഘട്ടത്തിൻ്റെതായ വസ്തുക്കളും നബി തിരുമേനി എവിടെ നിൽക്കുന്നു എന്നതും ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നബി തങ്ങളെ പിന്തുടരുക എന്നതിൻ്റെ അപ്പുറത്ത് ഈ ലോകത്തും പരലോകത്തും നമുക്ക് മറ്റൊന്നും എവിടെയും ലഭ്യമല്ല, സാധിക്കുകയില്ല. മങ്കൂസ് മൗലിദിൽ അൻത ഉമ്മും അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീന. ആ പദ്യത്തിൻ്റെ അർത്ഥം, അൻത ഉമ്മും അം അബൂ, നബിയെ അങ്ങ് പിതാവാണോ അതല്ല അങ്ങ് മാതാവാണോ? മിസ്ല ഹുസ്നിക്, തങ്ങൾ നന്മ ചെയ്തതുപോലെ ആർക്കും നന്മ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ വാപ്പമാർക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ചെയ്തു തരാൻ കഴിയുന്നതിൻ്റെ പരിധിയുണ്ട്. അവർക്ക് ഈ ഭൗതികമായ ലോകത്തിൽ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലും ചിലത് ചെയ്യാൻ കഴിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് ജീവിക്കുമ്പോഴും ഖബറിൽ ജീവിക്കുമ്പോഴും പരലോകത്തെത്തുമ്പോഴും അല്ലാതെ നിബിതങ്ങൾക്കല്ലാതെ മറ്റാർക്കും നമ്മളെ സഹായിക്കാൻ കഴിയില്ല. പരലോകത്തേക്കുള്ള നീണ്ട യാത്രയിൽ ഓരോ വിഭാഗം ആളുകളും മഹ്ശറിലേക്ക് ഇങ്ങനെ കടന്ന് ചെല്ലുമ്പോൾ നബി തിരുമേനി ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുക. ഒരു സ്ഥലം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിശ്ചയിച്ചു കൊടുത്ത സ്ഥലം. ആ സ്ഥലത്ത് വെച്ച് ഓരോ വിഭാഗങ്ങളും കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, അയിന ഉമ്മത്തി, എൻ്റെ സമുദായം എവിടെ? ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്. അവർ അവസാനമാണ് വരിക എന്ന്
ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി, എവിടെ നിന്ന്? മഹ്ശറിൽ നിന്ന്. അത് നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്ക് ചെയ്തു തരാൻ കഴിയുന്ന സ്ഥലമല്ല, ഒരു ചുക്കും ആർക്കും നടക്കുന്ന സ്ഥലമല്ല. എല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലാണ്. അതുകൊണ്ട് ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബി തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സത്യവിശ്വാസികളെ നിങ്ങളും മദ്ഹ് ചെയ്യുക, ജന്മദിനത്തിലും ജന്മദിനത്തിൽ അല്ലാത്തപ്പോഴും ചെയ്യുക. ജന്മദിനത്തിൽ മദ്ഹ് ചെയ്യാൻ പാടില്ലെന്ന് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള, ഇന്ന് വരെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന് വരെ നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഓരോറ്റ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. 4 ഇമാമിയങ്ങളിൽ 4 മദ്ഹബുകളിലും പെട്ട ഗ്രന്ഥങ്ങളിലും അത് നമുക്ക് വായിക്കാൻ കഴിയില്ല. നബി ജനിച്ച മാസവും ദിവസവും നബിൻ്റെ മേലെ മദ്ഹ് ചെയ്തുകൂടാ. മരണം എന്നത് ഒരു വികാരം ഒന്നാണ്, ജനനം എന്നത് മറ്റൊന്നാണ്. മരിക്കുമ്പോൾ ദുഃഖമുണ്ടാകും. കുടുംബത്തിൽ ഒരാൾ മരിച്ച്, അല്ലെ നാട്ടിൽ ഒരാൾ മരിച്ച് ദുഃഖം ഉണ്ടാവും. ചോദ്യം എന്താ? നബി തങ്ങൾ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമല്ലേ? രണ്ടും 2 സംഭവമാണ്, രണ്ടിനും 2 വികാരമാണ്, രണ്ടിനും 2 ചിന്തയാണ്, രണ്ടിനും 2 നിലപാടാണ്. ഒരു കുട്ടി ജനിച്ചാൽ മാതാപിതാക്കൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? കുടുംബങ്ങൾക്ക് സന്തോഷം ഉണ്ടാവില്ലേ? അതേസമയത്ത് മരിച്ചാലോ ഒരു ദിവസം മരിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണല്ലോ. നബിക്ക് മാത്രമാണോ ആ സംഭവം? എത്ര ആളുകൾ ജനിച്ച മാസവും ജനിച്ച ദിവസവും തന്നെ ഈ ലോകത്ത് മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽപ്പെട്ട ആരും മരിച്ചുപോയ ആളെ ഓർക്കുകയോ ജനിച്ച ആളെ തള്ളുകയോ ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള പല വാദങ്ങളും. അതിനൊന്നും ഞാൻ മറുപടി പറയല്ല, നമുക്കതൊക്കെ. ഏറ്റവും ഒടുവിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ജീവിക്കുമ്പോൾ. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ മഹത്തായ സന്ദേശം അടുത്ത തലമുറയിലേക്ക് എത്തിക്കുവാൻ അള്ളാഹു പടച്ചതമ്പുരാനെ ആരാണ് ഇവിടെ ഉള്ളത്? ഈ നബിദിന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ചെറുപ്പക്കാർ കാണിച്ച ആവേശവും ആത്മാർത്ഥതയും കണ്ടപ്പോൾ എൻ്റെ ആശങ്ക ദൂരീകരിച്ചിരിക്കുന്നു. ഈ മഹല്ല് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിൻ്റെതാണ്. ഇവിടെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ഈ പ്രദേശത്തെ യുവത്വം തെളിയിച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും അവരുടെ എല്ലാ പരിപാടികളും ബർക്കത്ത് ചെയ്യുകയും സാലിഹ്യങ്ങളിൽ അവരെയും നമ്മയും പെടുത്തുകയും മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരായ എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല, അവർക്കെല്ലാവർക്കും അള്ളാഹു സ്വർഗം നൽകട്ടെ, പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നബി തിരുമേനി ഇവിടെ വന്നത് നമുക്ക് വിശുദ്ധമായ ഖുർആൻ ഓതിത്തരാനും നമ്മളെ സംസ്കാരമുള്ളവരാക്കാനും വേണ്ടിയാണ്. അതാണ് ഞാൻ ഓതിവെച്ച ആയത്തിൻ്റെ പൊരുൾ എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.